ഇന്നൊരു മട്ടൻ കറി ആയാലോ? നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചെറുതായി ഒന്ന് വറുത്ത് കോരിയ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീവ്സ്, കാഷ്യൂനട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കുക്കറിലേക്ക് എണ്ണയൊഴിച്ച് ചൂടായ ശേഷം ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പ്, ബേ ലീവ്സ് ഒന്ന് മൂത്തതിന് ശേഷം ചെറുള്ളിയുടെ കളർ മാറി തുടങ്ങുമ്പോൾ സവോള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കുടം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഇനി ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇവയെല്ലാം ചേർത്ത് ഒന്ന് കളർ മാറിയതിന് ശേഷം നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. മട്ടണിലെ വെള്ളം ഇറങ്ങി ആ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ മസാലകൾ ആഡ് ചെയ്യാവൂ. ഇപ്പം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് പച്ചപ്പൊന്ന് മാറ്റിയെടുക്കാം. പച്ചപ്പ് മാറിയ ശേഷം അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കറിവേപ്പില, മല്ലിയില, വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഇവയെല്ലാം ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 കപ്പ് വെള്ളം ഒഴിച്ച് 4 വിസിൽ അടുപ്പിക്കാം. ഇനി ചെറുള്ളി, കറിവേപ്പില, തേങ്ങാക്കൊത്ത് ചേർത്ത് മട്ടൻ കറി നമുക്ക് താളിക്കാം. നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ് മട്ടൻ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.